ഒരുമിച്ച് അഭിനയിച്ച സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു നടൻ ലഹരി ഉപയോഗിച്ച് സെറ്റിൽ തന്നോടും സഹപ്രവർത്തകരോടും മോശമായി പെരുമാറിയെന്നാണ് നടി വിൻസി അലൂഷ്യസ് പറഞ്ഞത്. ഏതവനാണ് ലോറി കത്തതെന്ന് മല്ലേക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ഇനി നീ എങ്ങാനും സിനിമയുടെ ഭാഗമായപ്പോൾ അതിലെ ആർട്ടിസ്റ്റ്, ആ സിനിമ ഹോൾഡ് ചെയ്യുന്ന വൺ ഓഫ് ദ മെയിൻ ആർട്ടിസ്റ്റ്, ആ ആർട്ടിസ്റ്റിൽ നിന്നും കിട്ടിയ എക്സ്പീരിയൻസ്, അദ്ദേഹം ഇത് ഉപയോഗിച്ച് മോശമായ രീതിയിൽ പറഞ്ഞാലും മനസ്സിലാവാത്ത രീതിയിൽ പെരുമാറിയപ്പോൾ all the dreams like twinkle stars എന്നോടും എന്റെ സഹപ്രവർത്തകയോടും, അതായത് മോശം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് അഭിപ്രായം കുടുംബത്തെ പറ്റി നാട്ടുകാർക്ക് ഭയങ്കര. ഫോർ എക്സാമ്പിൾ, എന്റെ ഡ്രസ്സിന് ഒരു പ്രശ്നം വന്നപ്പോൾ ഞാനത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോ ഞാൻ വേണമെങ്കിൽ റെഡിയാക്കി തരാം. അതിനെന്താ, തുണി ഞാൻ തരാലോ. വേണ്ട, അതെന്താ പിന്നെ കുട്ടിക്ക് തുണി കൊടുക്കണ്ടായോ? നിന്റെ തുണി ഉടുക്കണ്ട, ഉടുക്കണ്ടെന്ന് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള, അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്ന രീതിയിലുള്ള തരത്തിലുള്ള പെരുമാറ്റവും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സഹകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇത് കൈകാര്യം ചെയ്യണം. അവൻ അത്ര വലിയ കമ്മീഷനാണ് നോക്കണ്ട. നമ്മൾ സീൻ പ്രാക്ടീസിന്റെ ഇടയിൽ സ്പിറ്റിംഗ് സം കൈൻഡ് ഓഫ് വൈറ്റ് പൗഡേഴ്സ് ഓൺ ഇത് ലേശം അങ്ങോട്ട് നക്കി തിന്നെ. എന്താ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത്, സിനിമ സെറ്റിൽ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത്, സിനിമ സെറ്റിൽ ഉപയോഗിച്ച് അതൊരു ന്യൂയിസൻസ് ആയി മാറുമ്പോൾ, മറ്റുള്ളവർക്ക് ഒരു ന്യൂയിസൻസ് ആയി മാറുമ്പോൾ ഇറ്റ്സ് നോട്ട് ഈസി ടു വർക്ക് വിത്ത്. എനിക്ക് അങ്ങനെ വർക്ക് ചെയ്യണമെന്ന് താല്പര്യമില്ല. എനിക്ക് അങ്ങനത്തെ ആളുകളുടെ കൂടെ വർക്ക്, അത്രയും ബോധം ഇല്ലാത്ത ഒരാളുടെ കൂടെ വർക്ക് ചെയ്യണം എന്ന് എനിക്ക് താല്പര്യമില്ല. ഈ അൺകംഫർട്ടബിൾ ആയത് സെറ്റിൽ എല്ലാവരും അറിയുകയും ഡയറക്ടർ പോയി സംസാരിക്കുകയും. ഒത്തിരി സഹിച്ചാണ് ഞാൻ. ഇനി വയ്യ. ഈ സിനിമയെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ നിന്നെ കത്തിച്ചു കളയും. അദ്ദേഹത്തെ വച്ച് ആ സിനിമ തീർക്കേണ്ടി വരുന്ന ഒരു നിസ്സഹായ അവസ്ഥയും കൂടെ എല്ലാവരുടെയും. നിന്നെ പോലുള്ള വിവരദോഷികളും അല്പന്മാരുമാണ് മലയാള സിനിമയുടെ യഥാർത്ഥ പ്രതിസന്ധി. എല്ലാവരും എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആകുമ്പോൾ എല്ലാവരും പ്ലീസ് 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 എന്ന് പറഞ്ഞിട്ട് എന്നെ കംഫർട്ട് ആക്കിയത് കൊണ്ട് മാത്രമാണ് ഞാൻ അതിന്റെ മുന്നോട്ട് പോയത്. ഒരൊറ്റ സാധനം എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നും അത് ഉപയോഗിക്കുന്നവർ, അതിൽ ആൽക്കഹോൾ ആയ പോലും, ഒരു സിഗരറ്റ് ആയാൽ പോലും ഉപയോഗിക്കുന്നവർ എന്റെ പേഴ്സണൽ സർക്കിളിൽ, എന്റെ പേഴ്സണൽ സർക്കിൾ ഉണ്ടാവല്ലോ, അതിലോട്ട് ഞാൻ അടുപ്പിക്കത്തില്ല എന്ന് ഞാനെടുത്ത തീരുമാനമാണ്. ഈ തീരുമാനം ആരെയും ബുദ്ധിമുട്ടിപ്പിക്കില്ല, ആർക്കും ഒരു ബുദ്ധിമുട്ടാവില്ല എന്നുള്ളത് വ്യക്തമായ ബോധമുണ്ട് എനിക്ക്. ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാനും തയ്യാറല്ല. സത്യസന്ധത, സ്മാർട്ട്നെസ്, ബോൾഡ്നെസ്. താങ്ക് യു സർ, ഐ എം ഇംപ്രസ്ഡ്.